യുഎസിനും ഇസ്രായേലിനുമെതിരായ പോരാട്ടത്തിൽ ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി മുഹമ്മദ് ബാഖർ സോൾഖാദർ രംഗത്ത് വന്നു. പുതിയ പദവി ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലാണ് സോൾഖാദർ ഇറാന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തെക്കൻ ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെ മിന്നലാക്രമണം. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും കടലിൽ മൈനുകൾ നിക്ഷേപിക്കുന്ന കപ്പലുകളുമാണ് US സൈന്യം തകർത്തത്. ഒരു വശത്ത് സൈനിക നീക്കങ്ങൾ നടക്കുമ്പോഴും ഇറാനുമായുള്ള സമാധാന ഉടമ്പടി അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ ധാരണയാകുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. എന്നാൽ സമാധാന ചർച്ചകളുടെ ഭാഗമായി മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങൾ കൂടി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന ട്രംപിന്റെ പുതിയ നിർബന്ധം ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഹോർമൂസും തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കകം തിരിച്ചടിച്ച് ഇറാൻ അമേരിക്കയുടെ MQ-9 ഡ്രോൺ വീഴ്ത്തിയതായി IRGC അവകാശപ്പെട്ടിരുന്നു. RQ-4 F-35 വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇറാന്റെ ആകാശത്തു നിന്ന് യുദ്ധവിമാനങ്ങൾക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നുവെന്നും IRGC പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ അന്ത്യം അടുത്തുവെന്നും 15 വർഷങ്ങൾക്കകം ഇസ്രായേൽ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പറഞ്ഞു. ഹിസ്ബുള്ളക്കെതിരെ എന്ന പേരിൽ ലെബനനിൽ ഇസ്രായേൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിലാണ് മുജ്തബയുടെ ഏറ്റവും പുതിയ പ്രതികരണം. പശ്ചിമേഷ്യ ഇനി ഒരിക്കലും US-ന് സുരക്ഷിതമായ താവളമായിരിക്കില്ലെന്നും മുജ്തബ പറഞ്ഞു. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ അമേരിക്കയ്ക്ക് താൽപ്പര്യമുള്ള രാജ്യത്തിന് കൈമാറുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ വേണമെന്നാണ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണി. എന്നാൽ ഇതിനെല്ലാം തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ കടന്നു കയറിയുള്ള ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ രംഗത്ത് വന്നിരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കുന്ന മട്ടിലല്ല കാര്യങ്ങളുടെ പോക്ക്. ചർച്ചയിലും ഒരു തരത്തിലുമുള്ള ധാരണ ആയിട്ടില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാപകമായ ആക്രമണങ്ങൾക്കാണ് അമേരിക്ക കോപ്പുകൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുറേനിയം കൈമാറുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന ഉറപ്പിൽ തന്നെയാണ് ഇറാനും മുന്നോട്ട് പോകുന്നത്. എബ്രാഹാം ഉടമ്പടിയിൽ ഇറാൻ ഒപ്പുവയ്ക്കുക എന്നൊരു ആവശ്യം കൂടി അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്.